പ്രവിശന്തി യേ അവിദ്യാം ഉപാസത്തെ തതോ ഭൂയ ഇവ തേ തമോ യൗ വിദ്യായാം രതാം. അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥർ അങ്ങതേക്കാൾ കൂരിരുട്ടിലും. അവിദ്യയെ ഉപാസിക്കുന്നവരന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥരങ്ങതേക്കാൾ കൂരിരുട്ടിലും. നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ഉപദേശമാണ് ഗുരു നമുക്ക് തരുന്നത്. ഗുരുവിന്റെ സിദ്ധിവിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് ഗുരു ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ പറയാറുണ്ട് ഗുരുവിന്റെ ഈശ്വരീയ ഭാവം പറയും, ഗുരുവിന്റെ സിദ്ധിവിശേഷങ്ങൾ ടോപ്പിക്കൊക്കെ എടുക്കും നമ്മൾ, അല്ലേ? പക്ഷെ അതൊക്കെ പറയുമ്പോൾ ഈ ശ്ലോകമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം, ഈ മന്ത്രം ഒന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. എന്താ പറഞ്ഞേക്കുന്ന ഋഷിവചനം എന്താണ്, അതിന് ഗുരു തന്നിരിക്കുന്ന തർജ്ജമ എന്താണ് എന്നാണ് നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്കിതിന്റെ പദച്ഛേദം നോക്കാം. അപ്പോൾ ശ്ലോകം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പദച്ഛേദം ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ എളുപ്പമാവും. അപ്പോൾ അന്ധം തമഹ പ്രവിശന്തി, ബഹുവചനത്തിലാണ് ക്രിയാരൂപം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവിശത്തി എന്നുള്ളത് ഏകവചനാണ്, അതിന്റെ ബഹുവചനമാണ് പ്രവിശന്തി. അപ്പൊ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്, ബഹുവചനത്തിലാണ് പറയുന്നത്, ഒരാളെ അല്ല പറയുന്നത്. അന്ധം തമഹ പ്രവിശന്തി യേ, അവിടെ വിദ്യാം ഉപാസതേ എന്ന് പറയരുത് കേട്ടോ, ഒരു കാരണവശാലും അവിടെ തെറ്റിപ്പോകരുത്. അവിദ്യാം ഉപാസതേ, യേ അവിദ്യാം ഉപാസതേ, യേ വിദ്യാം ഉപാസത അങ്ങനെ പറയരുത്. യേ അവിദ്യാം ഉപാസതേ, അന്ധം തമഹ പ്രവിശന്തി യേ അവിദ്യാം ഉപാസതേ. തതഹ, തതഹ അവിടെ തതോ ഭൂയ ഇവ തേ തമോ, അത് പിരിക്കുമ്പോ തതഹ ഭൂയ ഇവ തേ തമഹ, അവിടെ പിരിച്ചോളണം തമഹ. പിന്നെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ ഏന്നായി വരും, തമഹ പ്ലസ് യേ, തമോയ, തമഹ യേ ഉ വിദ്യായാം രതാഹ, യേ ഉ വിദ്യായാം രതാഹ. തതഹ ഭൂയ ഇവ തേ തമഹ യേ ഉ വിദ്യായാം രതാഹ എന്നാണ് ഇതിന്റെ പദച്ഛേദം. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ടീച്ചറെ എഴുതുന്നുണ്ടോ ഇന്ദിര ടീച്ചർ, അല്ലെങ്കിൽ വേറെ ആരോ? ആ തമഹ പ്രവിശന്തി യേ അവിദ്യാം ഉപാസതേ തതഹ ഭൂയ ഇവ തേ തമഹ യേ ഉ വിദ്യായാം രതാഹ. ഓക്കേ ജിജി. ആ തമഹ പ്രവിശന്തി യേ അവിദ്യാം ഉപാസതേ തതഹ ഭൂയഃ ഇവ തേ തമഹ യേ ഉ വിദ്യായാം രതാഹ. ഓക്കെ, ഇനി നമുക്കതിന്റെ അന്വയം നോക്കാം കേട്ടോ. നന്നായി പറഞ്ഞു രണ്ടുപേരും. ഇവിടെ അന്വയം, അതിന്റെ ഗദ്യരൂപം. അന്വയം എന്ന് പറഞ്ഞാൽ പദ്യരൂപത്തിൽ അടുക്കിയിരിക്കുന്നത് ഗദ്യരൂപത്തിലാക്കുമ്പോഴാണ് നമുക്ക് ആശയത്തിലേക്ക് എത്താൻ സാധിക്കുക, അല്ലെ? അപ്പൊ നമ്മൾക്ക് അതിന്റെ ഗദ്യരൂപം, അതിന് അന്വയം എന്ന് പറയും, ഗദ്യം എന്ന് പറയും, ഗദ്യക്രമം എന്ന് പറയും. അതായത് വൃത്താനുസാരിയായി എഴുതുമ്പോഴാണ് അക്ഷരങ്ങൾ അങ്ങോട്ടും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നത്. അതിനെ നമ്മൾ അടുക്കി പെറുക്കി വെക്കുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത്. അപ്പൊ അന്വയഃ അല്ലെങ്കിൽ ഗദ്യക്രമം. യേ അവിദ്യാം ഉപാസതേ, യേ അവിദ്യാം ഉപാസതേ തേ അന്ധം തമഹ പ്രവിശന്തി. ഇപ്പൊ നമുക്ക് അർത്ഥം കിട്ടും, പെട്ടെന്ന് അർത്ഥം കിട്ടും. യേ അവിദ്യാം ഉപാസതേ തേ അന്ധം തമഹ പ്രവിശന്തി.
കിട്ടി, മനസ്സിലായെന്ന് തോന്നുന്നു. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. യേ അവിദ്യാം ഉപാസത്തെ തേ അന്തം തമഹ പ്രവിശന്തി. മന്ത്രം നോക്കിയിട്ട് എഴുതുക. യേ ഉ വിദ്യായാം രതാഃ തേ തദഃ ഭൂയ ഇവ തമഹ പ്രവിശന്തി. മണിജി ഇപ്പോഴാണ് എൻ്റർ ആയത്. ഒന്നുകൂടെ അന്വയം ഒന്ന് ഗദ്യക്രമം പറയുന്നൊന്ന് ശ്രദ്ധിച്ചോട്ടോ. മണിജി സംസ്കൃത ഗ്രൂപ്പിലേക്കൊക്കെ ഗദ്യക്രമം ഒക്കെ എഴുതുമ്പോൾ ഇത് ക്ലാസ്സിൽ കൃത്യമായി കയറുവാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ഈ അന്വയം നോക്കൂ. യേ അവിദ്യാം ഉപാസത്തെ തേ അന്ധം തമഹ പ്രവിശന്തി. മണിജി കേൾക്കുന്നുണ്ടോ? ട്രെയിനിലെ വല്ലതും ആണോ? വണ്ടിയിൽ എവിടെയെങ്കിലും ഇരുന്നാണോ കേൾക്കുന്നേ? എൻ്ററായിട്ടുണ്ടായിരുന്നു. യേ അവിദ്യാം ഉപാസത്തെ തേ അന്ധം തമഹ പ്രവിശന്തി. യേ ഉ വിദ്യായാം രതാഃ തേ തദഃ ഭൂയ ഇവ തമഹ പ്രവിശന്തി. ഇതാണ് അതിൻ്റെ അന്വയ രൂപം. ഇനി നമുക്ക് ഗുരു തന്നിരിക്കുന്ന മഹാഗുരു ഇതിനെ എങ്ങനെയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നത് എന്ന് നോക്കുമ്പോൾ, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും. ഒരു വ്യാഖ്യാനവും വേണ്ട, ഗുരുവിന്റെ തർജ്ജമ മാത്രം പഠിച്ചാൽ മതി നമ്മൾ. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും, അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു. വിദ്യാരതരങ്ങതേക്കാൾ കൂരിരുട്ടിലും വിദ്യാരതർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും പോകുന്നു. വിദ്യാരതർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും പോകുന്നു. വിദ്യാരതരങ്ങതേക്കാൾ കൂരിരുട്ടിലും. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു. വിദ്യാരതർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. ഒരു വളരെ മനോഹരമായിട്ട് അത് തർജ്ജമ ചെയ്ത് തന്നിരിക്കുകയാണ് ഈശാവാസ്യോപനിഷത്ത്. നോക്കി, ഇനി നമുക്കിതിൻ്റെ പദാനുപദ അർത്ഥം നോക്കാം. ഓരോ പദങ്ങളുടെയും അർത്ഥം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനനം ചെയ്യുക. ഏ എന്നുള്ളിടത്ത് ആരാണ് ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, പ്രവിശന്തി എന്ന ക്രിയാപദം ബഹുവചനത്തിലാണ് ഋഷി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ യാതൊരുവനാണോ അല്ലെങ്കിൽ ആരൊക്കെയാണോ അവിദ്യാം ഉപാസതേ, അവിദ്യയെ ഉപാസിക്കുന്നത്. ഈ അവിദ്യ എന്ന് പറഞ്ഞ എന്താ? ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള ആ ഒരു തെറ്റായ ധാരണയ്ക്കാണ് അവിദ്യ എന്ന് പറയുക. അതായത് ഈ ലോകത്ത് പലതുണ്ട് എന്ന അജ്ഞാനം, ആ ഭ്രമത്തിനെയാണ് അവിദ്യ എന്ന് പറയുക. അതായത് പലതിൻ്റെ തോന്നലുണ്ടാക്കി ഭ്രമിപ്പിക്കുന്ന ഈശ്വരശക്തിയാണ് അവിദ്യ. അവിദ്യയും ഈശ്വരശക്തി തന്നെയാണ്. നമ്മളൊക്കെ അവിദ്യയെ ഉപാസിക്കുന്നവരാണ്. ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പറഞ്ഞും കേട്ടും അതിനെതിരെ മല്ലടിച്ചും രാഗദ്വേഷം വെച്ചും അല്ലേ, നാവിനിഷ്ടമുള്ള രസങ്ങളിൽ മുഴുകിയും കണ്ണിനിഷ്ടമുള്ള കാഴ്ചകളിൽ മുഴുകിയൊക്കെ ഇങ്ങനെ ഈ കാണുന്നതിലേക്ക് പിടിച്ചിട്ട് ഈയാമ്പാറ്റകളെ പോലെ ഭ്രമിച്ച് നടക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അവിദ്യയെ ഉപാസിക്കുന്നവരാണ്. വിദ്യയെക്കുറിച്ച് നമ്മൾ പറയുന്നേ ഉള്ളൂ, അത് ആനുഭൂതികമാക്കുന്നുമില്ല. ഇവിടെ പറയാണ് അവിദ്യാം ഉപാസതേ, അവിദ്യയെ ഉപാസിക്കുന്നത്. അതായത് പലതിൻ്റെ തോന്നലുണ്ടാക്കി ഭ്രമിപ്പിക്കുന്ന അജ്ഞാന ശക്തിയെയാണ് ഇവിടെ അവിദ്യ എന്ന് പറയും. അജ്ഞാനത്തെയാണ്, പലതിൻ്റെ തോന്നലുണ്ടാക്കി ഭ്രമിപ്പിക്കുന്ന അജ്ഞാനത്തെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം നമുക്ക്.
അപ്പോൾ യാതൊരുവനാണോ അല്ലെങ്കിൽ ആരാണോ അവിദ്യാം ഉപാസതേ, അവിദ്യയെ ഉപാസിക്കുന്നത്, അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തെ സത്യമാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെയാണ് അവിദ്യ എന്ന് പറയുക. നമ്മൾ എത്രയൊക്കെ ഇത് സത്യമല്ലെന്ന് പറഞ്ഞാലും ഇതിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു മായാശക്തിയുണ്ട്, അതാണ് അവിദ്യ. ആരാണോ ഈ അവിദ്യയെ ഉപാസിക്കുന്നത്, തേ അവർ, അങ്ങനെ തേ ആരാണോ അവർ, അങ്ങനെയാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ പറയുന്ന പോലെ ഒരു പ്രയോഗമാണ്. ആരാണോ, തേ അവർ, അന്ധം തമഹ പ്രവിശന്തി, അവരുടെ അവസ്ഥ എന്താന്ന് പറയാ. അന്ധം തമഹ പ്രവിശന്തി, കൂരിരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ ജീവിതം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് തന്നെയാണ്. ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഈ വചനങ്ങൾ കേട്ടോ. അന്ധം തമഹ, വെറും ഇരുട്ടല്ല, കൂരിരുട്ട്. അതായത് അർത്ഥം അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വരൂപത്തെ മൂടിയിരിക്കുന്ന വാസനയ്ക്ക് കട്ടി കൂട്ടുന്നു എന്നർത്ഥം. ആ വാസനയെ നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് വീണ്ടും 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 കട്ടി കൂട്ടി അതിനെ കൂരിരുട്ടാക്കി വെക്കുന്നു എന്നർത്ഥം. മനോമാലിന്യങ്ങൾ അകറ്റിയിട്ട് ഈ ഇരുട്ടിനെ കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കാതെ വീണ്ടും വീണ്ടും ഈ അവിദ്യയെ നമ്മൾ ഉപാസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെ, ബന്ധങ്ങളും അതോട് ചേർന്നുള്ള ബന്ധങ്ങളും, അല്ലെ, ഫോണിൽ വിളിച്ചു വരുത്തി നമ്മൾ ഓരോരുത്തരുടെ വിശേഷം തിരക്കും, അല്ലെ, എന്നിട്ട് ഇല്ലാത്ത സങ്കടമൊക്കെ ചേർത്ത് വെച്ച് അതും അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ ഒത്തിരി 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 അവനവൻ്റെ ദുഃഖം പോരാഞ്ഞിട്ട് മറ്റുള്ളവരുടെയും കൂടി മേടിച്ചു വെച്ചിട്ട് ദുഃഖിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് അടങ്ങുക. അപ്പോൾ വാസനയുടെ കട്ടിയൊക്കെ കുറച്ച് കുറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് ചിന്തയായിട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ ആരാണോ അവിദ്യാം ഉപാസതേ, അവിദ്യയെ ഉപാസിക്കുന്നത്, ഈ കാണുന്ന പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി ഉപാസിക്കുന്നത്, തേ അവർ അന്തം തമഹ പ്രവിശന്തി. അന്തം തമഹ എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്, ഒട്ടും കാണാൻ പറ്റില്ലാത്ത ഇരുട്ടിനെയാണ് അന്തം തമഹ എന്ന് പറഞ്ഞത്. ഗാഢ അന്ധകാരം, കൂരിരുട്ടിൽ പ്രവേശിക്കുന്നു. ഇനി അടുത്തൊരു 2 കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഒന്ന് അവിദ്യയെ ഉപാസിക്കുന്നവരുടെ കാര്യം, 2 വിദ്യയിൽ രമിക്കുന്നവരുടെ കാര്യം. രണ്ടും ഒരുപോലെ ദോഷം എന്നാ പറയുന്നത്. അതായത് ഇനി മറ്റൊരു കൂട്ടർ നമ്മൾ പറഞ്ഞു എന്നുള്ള പ്രയോഗം എന്തിനാണെന്നാണ് നമ്മൾ ഇതിനു മുമ്പ് അത് വിചാരം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. ആരെങ്കിലും അത് മന്നം ചെയ്തിട്ടുണ്ടോ എന്നുള്ള പദം എന്തിനാണ് പ്രയോഗിച്ചതെന്ന്? ഇതിനു മുമ്പ് ഒരു മന്ത്രം വന്നപ്പോൾ നമ്മൾ പറഞ്ഞാണ്. അതായത് ഉപനിഷത്ത് ഋഷിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ് അത് എന്നുള്ള ഒരു ഉറപ്പിച്ച് പറയുന്ന ഒരു വാചകം, ഒരു അക്ഷരാണ് അത് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ തന്നെയാണ്. വിദ്യായാം രഥാഹ, ആരാണോ വിദ്യായാം രഥാഹ, വിദ്യയിൽ രമിക്കുന്നവനായിരിക്കുന്നത്. വിദ്യയിൽ രമിക്കുന്നവനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരമമായ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ആനുഭൂതികമായി വരുന്ന സിദ്ധിവിശേഷങ്ങളും പ്രകാശാത്മകമായ ഒരു ചൈതന്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ രമിച്ചു പോവും. അതായത് നമ്മൾ ഈശ്വരോന്മുഖമായി സഞ്ചരിക്കുമ്പോൾ, നമ്മൾ പരമസത്യത്തിലേക്ക് അടുക്കുമ്പോൾ, ഇരുട്ടൊക്കെ മാറി വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മിലേക്ക്, അതായത് മനസ്സടങ്ങി രാഗദ്വേഷങ്ങൾ അടങ്ങിയ പിന്നെ ഈശ്വരനായി നാം. അപ്പം നമ്മുടെ ഈശ്വര ചൈതന്യം പ്രകാശിക്കുമ്പോൾ നമ്മളിലേക്ക് നാം അറിയാത്ത, നമ്മളൊന്ന് ഒരാളെ നോക്കിയാൽ മതി, നമ്മുടെ മനസ്സെന്തെങ്കിലും വിചാരിച്ചാൽ മതി, അത് നടക്കുമല്ലോ. അതായത് ആത്മാവിൽ തന്നെയുള്ള ആ ചൈതന്യം സർഗാത്മകമായി പുറത്തു വരുന്നതാണത്. അങ്ങനെയാണ് ഋഷിമാരിപ്പോൾ നമ്മൾ പറയില്ലേ, ഗുരു പാൽക്കാപ്പി കൊടുത്തു, അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയില്ലേ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് വെറുതെ പറയുന്നതാണെന്ന് പറയും. പക്ഷേ സത്യജിജ്ഞാസ, ഈ സത്യത്തിലിരിക്കുന്ന ആളുകൾ ഒരു വാക്ക് പറഞ്ഞാലും ഒരു നോട്ടം നോക്കിയാലും ഒക്കെ അത് ചൈതന്യവത്തായി മാറുന്നതാണ്. അങ്ങനെ മാറുമ്പോൾ അവര് അതിൽ രമിച്ചുകൊണ്ട് ആ സിദ്ധി കാണിക്കാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ
അവർ പതിച്ചു പോകുമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഗുരു സിദ്ധിവിശേഷക്കാരനാക്കാൻ പറ്റുമോ? ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, അതിനെ തർജ്ജമ ചെയ്ത് തന്നത് ഇങ്ങനെയാണ്. പിന്നെ ശിവശതകത്തിലെ ഒരു ശ്ലോകത്തിലൂടെ ഗുരു അത് ഒന്നും കൂടി പറയുന്നുണ്ട്. അത് വ്യാഖ്യാനത്തിന്റെ സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ആരാണോ വിദ്യയിൽ രമിക്കുന്നവനായിരിക്കുന്നത്, പരമമായ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധിവിശേഷങ്ങളിൽ ആ പ്രകാശത്തിൽ രമിച്ച് ആ സത്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്, അതാണ് വിദ്യായാം രഥാഹ. ആരാണോ വിദ്യയിൽ രമിക്കുന്നവനായിരിക്കുന്നത്, തേ അവർ, തതഹ അതിനേക്കാളും, അതായത് അവിദ്യയെ ഉപാസിക്കുന്നവർ പോകുന്ന ഇരുട്ടിനേക്കാൾ നർത്തം. അതേക്കാൾ എന്ന് പറഞ്ഞാലോ, അതിനേക്കാൾ, ഏതിനേക്കാൾ? അന്തം തമഹ പ്രവിശന്തി എന്ന് പറഞ്ഞില്ലേ? അവിദ്യയെ ഉപാസിക്കുന്നവർ അന്തം തമസിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? അതിനേക്കാൾ കൂരിരുട്ടിലേക്ക് പോകുന്നു. അപ്പോ വിദ്യയിൽ രമിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പതിച്ചു പോകുന്നത്. അജ്ഞാനികളെ പിന്നെയും വിദ്യ കൊടുത്ത് പൊക്കിയെടുത്തോണ്ട് വരാൻ പറ്റും. പക്ഷേ ജ്ഞാനത്തിലെത്തിയിട്ട് പതിച്ചു പോകുന്നവർക്ക് പിന്നെ ആ പതനം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സിദ്ധിവിശേഷങ്ങളിലൊന്നും ഭ്രമിക്കാതെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കണം എന്നാണ് ഇത് ജ്ഞാനികളോട് പറയുന്നത്. അപ്പോ വിദ്യായാം രഥാഹ, ആരാണോ വിദ്യയിൽ രമിക്കുന്നത്, തേ അവർ, തതഹ എന്നുവെച്ചാൽ അതിനേക്കാളും, ഏതിനേക്കാളും? അവിദ്യയെ ഉപാസിക്കുന്നവർ പോകുന്ന കൂരിരുട്ടിനേക്കാളും, തതഹ ഭൂയ ഇവ തമഹ, ഭൂയ എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ, ഭൂയ ഇവ അതിനേക്കാൾ കൂടുതലായ, കൂടുതൽ എന്നതുപോലെയുള്ള തമഹ ഇരുട്ടിനെ, ഭൂയഹ എന്ന് പറഞ്ഞാൽ വളരെ, വെരി മച്ച്, ധാരാളം, കൂടുതൽ. തതഹ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ, ഏതിനേക്കാൾ കൂടുതൽ? അവിദ്യയെ ഉപാസിക്കുന്നവർ പോയ കൂരിരുട്ടിനേക്കാൾ കൂടുതൽ. തതഹ ഭൂയ ഇവ തമഹ, അതിനേക്കാൾ കൂടുതലായ ഇരുട്ടിനെ പ്രവേശിക്കുന്നു, ഇരുട്ടിൽ പ്രവേശിക്കുന്നു. രണ്ടും ഇരുട്ട് തന്നെ. ഒരു ഇരുട്ട് ഇച്ചിരി കൂടുതലാ. ജ്ഞാനത്തിലെത്തിയിട്ട് പതിക്കുന്നവരുടെ ഇരുട്ട് വളരെ കൂരിരുട്ടാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും പഴം കൊടുത്തും പിന്നെ ഓരോരോ ഐശ്വര്യങ്ങൾ ഗുരു കൊടുക്കുന്നത്, ഇപ്പം മഴ പെയ്യിക്കുന്നത്, ഇതൊക്കെ ഗുരു സിദ്ധിവിശേഷം കാണിക്കുന്നതാണെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഇപ്പോൾ പറ്റില്ല. കാരണം ഈ ഭൗതിക ലോക ജീവിതത്തിലേക്ക് വ്യവഹരിക്കുമ്പോൾ ദുഃഖിതരായ മനുഷ്യരെ കാണുമ്പോൾ എപ്പോഴും കൃപാലുവാണ് ഗുരു. ആ കൃപയോടുകൂടി അവിടുന്ന് ആഗ്രഹിക്കും, അല്ലേ? അർത്ഥനാരീശ്വര സ്തവമൊക്കെ എഴുതിയപ്പോൾ അവിടുത്തെ ഉള്ളിലേക്ക് ഇവിടെ മഴ ഉണ്ടാകണം എന്ന് ലോകത്തിന് വേണ്ടി, ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. തനിക്ക് പണമോ പദവിയോ പിന്നെ അല്ലെങ്കിൽ താനൊരു സിദ്ധനാണെന്ന് ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ പണം കിട്ടാനോ പ്രതാപം കിട്ടാനോ ആളുകളുടെ മുന്നിൽ തൻ്റെ ശക്തി തെളിയിക്കാനോ ഒന്നുമല്ല മഹാഗുരു അത് ചെയ്തത്. ഈ ലോകം വരണ്ടുണങ്ങിയപ്പോൾ, ലോകം ആളുകൾ വിഷമിക്കുമ്പോൾ ആ അപേക്ഷ വന്ന് പറഞ്ഞപ്പോഴാണ് കൃപയോടെ അവിടെ നിന്ന് അതൊന്ന് സങ്കല്പം ചെയ്തത്, അല്ലേ? അവിടെ സിദ്ധിവിശേഷമാണെന്ന് നമുക്കത് പറഞ്ഞടക്കാൻ പറ്റില്ല. അത് അവർക്ക് ആനുഭൂതികമായി അവർക്ക് കരഗതമായിട്ടുള്ള ദൈവാനുഗ്രഹമാണ്, സിദ്ധിയാണത്. അത് പക്ഷെ പ്രകടിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ അവർ അതിനേക്കാൾ ഭൂയൈവ തമഹ കൂരിരുട്ടിനെ പ്രവേശിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പദാനുപദ അർത്ഥം. ഇനി നമുക്കതിൻ്റെ തർജ്ജമ നോക്കാം. ടീച്ചറെ, ഇത് വേറെ ആരെങ്കിലും ഇതിന്റെ പദാനുപദ അർത്ഥം ഒന്ന് പെട്ടെന്ന് പറയാമോ? ആരാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. യാതൊരുവനാണോ അതൊക്കെ ഇല്ലെങ്കിൽ ആരൊക്കെയാണോ അവിദ്യായ നാനാത്വം ഉണ്ടാക്കുന്ന ഈശ്വര ശക്തിയെ ഉപാസിക്കുന്നത്, അവിദ്യാം ഉപാസതേ, അവിദ്യായാം അവിദ്യാം ഉപാസതേ, അതായത് നാനാത്വം ഉണ്ടാക്കുന്ന ഈശ്വര ശക്തിയെ ഉപാസിക്കുന്നത്. തേ അവർ അന്ധം തമഃ പ്രവിശന്തി, കൂരിരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, ഗാഠ
ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു. അതായത് അവരുടെ മാലിന്യങ്ങൾ കൂടി വരുന്നു. മറ്റൊരു കൂട്ടർ വിദ്യായാം രതാഹ, വിദ്യയിൽ രമിക്കുന്നവർ, അതായത് പരമമായ ജ്ഞാനത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സിദ്ധി വിശേഷങ്ങളിൽ ആ പ്രകാശത്തിൽ ഭ്രമിക്കുന്നവർ. ടീച്ചറെ, പരമമായ ജ്ഞാനത്തിലെത്തിയ പിന്നെ ഭ്രമം ഉണ്ടാവില്ല. ജ്ഞാനത്തിൽ എത്തുന്നതിന് മുൻപ് അനുഭവിക്കുന്ന പ്രകാശം. ജ്ഞാനത്തിൽ എത്തിയിട്ടില്ല. അതായത് സത്യത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവൾ. മനസ്സടങ്ങി ഈശ്വര ചൈതന്യത്തിൽ നമ്മൾ പ്രകാശിക്കും. ആത്മാവിൽ തന്നെയുള്ള ചൈതന്യം പുറത്തു വരുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അങ്ങനെയുള്ളവർ തതഹ, അതിനേക്കാൾ, അതായത് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിൽ പ്രവേശിക്കുന്ന നേരത്തെ പറഞ്ഞു, അവരെക്കാൾ കൂരിരുട്ടിൽ പതിക്കുന്നു. സിദ്ധിവിശേഷങ്ങൾ ഭ്രമിക്കുന്നവര്. ഭൂയഹ, കൂടുതൽ, ഇവ തമഹ, കൂടുതലായ ഇരുട്ടിനെ പ്രവേശിക്കുന്നു. അതായത് ജ്ഞാനത്തിൽ എത്താൻ വരുന്നവർ അവർ കൂടുതൽ ഇരുട്ടിൽ, അവര് ഈ സിദ്ധിവിശേഷങ്ങൾ ഭ്രമിക്കുന്ന മന്ത്രമായിട്ടൊന്ന് ഘടിപ്പിക്കാം. പറ്റാവുന്ന മന്ത്രങ്ങൾ അങ്ങനെ ചെയ്തു പോവാം. അതായത് അവിദ്യയെ ഉപാസിക്കുന്നവർ, അതിന് പറ്റിയ പദം മന്ത്രത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? യേ അവിദ്യാം ഉപാസതേ, യേ അവിദ്യാം ഉപാസതേ. അന്ധതമസ്സിലും പോകുന്നു എന്ന് അർത്ഥം എടുത്തോളണം. പദ്യരൂപത്തിലുള്ള തർജ്ജമയിലുള്ള ആ പദം അന്ധതമസ്സിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. അന്ധതമസ്സിലും, അന്ധം തമഹ പ്രവിശന്തി, അന്ധം തമഹ പ്രവിശന്തി. വിദ്യാരഥർ, വിദ്യായാം രഥാഹ, വിദ്യാരഥർ. ആ രഥ എന്നുള്ള വാക്ക് അങ്ങനെ തന്നെ ഗുരു തർജ്ജമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിന് പകരം ഒരു വാക്ക് ഗുരു മാറ്റി വെച്ചില്ല. കാരണം അർത്ഥത്തിന് ഒരു കാരണവശാലും ആ രഥ എന്നുള്ള വാക്കിന്റെ പൊരുൾ നന്നായി തിരഞ്ഞോണം എന്നാണ് അതിന്റെ അർത്ഥം. വിദ്യാരഥർ എന്ന ഗുരു പറഞ്ഞാണ്, വിദ്യായാം രഥാഹ എന്നുള്ളതിന്. അതേക്കാൾ കൂരിരുട്ടിലും തേ തതഹ ഭൂയ ഇവ തമ പ്രവിശന്തി, തേ തതഹ ഭൂയ ഇവ തമ പ്രവിശന്തി. ഇതാണ് അതിൻ്റെ തർജ്ജമ. അതായത് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു, വിദ്യാരഥരങ്ങതേക്കാൾ കൂരിരുട്ടിലും. അവിടെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടോ എന്ന് എടുത്തു തരും. നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മന്ത്രം ചൊല്ലി അതിൻ്റെ പദച്ഛേദം പറഞ്ഞു, അതിൻ്റെ ഗദ്യരൂപം പറഞ്ഞു, പദാനുപദ അർത്ഥം പറഞ്ഞു, ഗുരുവിൻ്റെ തർജ്ജമ, ആ തർജ്ജമയെ നമ്മൾ മന്ത്രവുമായി ഘടിപ്പിച്ചു. ഇനി എന്താണ് ഇതിൻ്റെ പൊരുളെന്നൊന്ന് നമുക്ക് വിചാരം ചെയ്തു പോകാം. അതായത് ദ്വൈതത്തെ തരണം ചെയ്തിട്ട് രണ്ടില്ലാത്ത ആ ഏകതയിലേക്ക് എത്തിക്കുവാനാണ് എല്ലാ മന്ത്രങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്വൈത അനുഭൂതിയിലേക്ക് എത്താനുള്ള ആ സഞ്ചാരമാണ് ഉപനിഷദ് ഋഷി ചെയ്യിക്കുന്നത്. ഇനി അപ്പോൾ അദ്വൈതമാണ് ഈ ശ്ലോകത്തിൻ്റെയും പ്രതിപാദ്യം കേട്ടോ. അപ്പോൾ വിദ്യ അവിദ്യ രണ്ട് പദങ്ങൾ ദർശനമാലയിലൊക്കെ പല സമയങ്ങളിലും പലയിടത്തും ഗുരു വിദ്യ അവിദ്യ സമ അന്യ ഇങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ദർശനമാലയിലെ മായാ ദർശനത്തിലെ 2, 3 മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു വിദ്യയെയും അവിദ്യയെയും കുറിച്ച് പറയുന്നുണ്ട്. 3, 4 മന്ത്രങ്ങൾ. അതായത് ഗുരു മായയെ വിവരിക്കുകയാണ്. വിദ്യ അവിദ്യ, പര അപര, തമ പ്രധാനം, പ്രകൃതി എന്ന് ബഹുധാ സൈവ ഗദ്യതേ. ഈ പ്രപഞ്ചമായി ഈശ്വരശക്തി എങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് പല രൂപങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ശക്തിയാണ് വിദ്യാശക്തി പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണം, അത് ഇതിനോട് ചേർത്ത് വിചാരം ചെയ്ത് പോകണം. അതായത് അനാത്മാ എന്ന സത് ആത്മാ സതിഥി വിദ്യോതതേയ
സാ വിദ്യേയം യയാ രജ്ജു സർപ്പ തത്വാവധാരണം. വെറുതെ അവിടെ എഴുതിയിട്ടാൽ മതി, പിന്നീട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അത് മായാദർശനം ശ്ലോകം 3. അതായത് അനാത്മാ ന സത്, ആത്മാ സതിരി. അതൊന്നും വെറുതെ ശ്രദ്ധിച്ചേ. ആത്മാവല്ലാത്തത് ഒന്നും സത്യമല്ല. അനാത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് എന്ന ആത്മാ അനാത്മാ. ആത്മാവല്ലാത്തതൊന്നും സത്, സത്യമല്ല. പിന്നെ എന്താ സത്യം? ആത്മാ സത്ത്. ആത്മാവല്ലാതെ മറ്റൊന്നും ഇവിടെ സത്യമായിട്ടില്ല എന്ന് ഏത് ശക്തിയാണോ യയാ വിദ്യോദതേ, ഏത് ശക്തിയാണോ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ സത്യത്തിലേക്ക് എത്തിക്കുന്ന ശക്തി ഏതാണോ സാ വിദ്യ, അതാണ് വിദ്യ. അതായത് ആത്മാവല്ലാത്ത, ആത്മശക്തി അല്ലാത്ത ഒന്നും സത്യമല്ല. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ ആത്മശക്തി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഏത് ശക്തിയാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ശക്തിക്കാണ് വിദ്യാശക്തി എന്ന് പറയും. അതുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉപനിഷത്ത് പഠിക്കാൻ വന്നേക്കണേ. അല്ലെങ്കിൽ നമുക്ക് അവിടെ വീട്ടില് എത്രയോ കാര്യങ്ങളുണ്ട്, എത്രയോ ജോലികളുണ്ടല്ലേ. ഈ സമയത്ത് എന്തെല്ലാം ചെയ്യാം. ഇപ്പൊ ടി വിയെ തുറന്ന് നമുക്ക് യുദ്ധവാർത്തകൾ കേൾക്കാം. അതിൽ എത്രയോ കരയിപ്പിക്കുന്ന കാര്യങ്ങൾ, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആഹാരം വയ്ക്കാനുണ്ട്. അപ്പൊ ഭൗതികമായി ബന്ധപ്പെട്ട് നിരവധി കർമ്മത്തിലിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഓടി ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനപ്പുറം എന്തോ ഒരു സുഖം, എന്തോ ഒരു സത്യം അറിയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ ഓടി വരുന്നത്. അപ്പൊ പറയാണ്, എന്നിട്ട് ഗുരു ഒരു ഉദാഹരണം അവിടെ പറയാണ്. യഥാ രജ്ജു സർപ്പ തത്വാവതാരണം. ഇരുട്ടത്ത് രജ്ജുവിലെ സർപ്പത്തെ കാണുമ്പോൾ, കയറിൽ സർപ്പമുണ്ട്, ഇത് കയറിനെ കാണുമ്പോൾ ഇത് പാമ്പാണോ എന്ന് പെട്ടെന്ന് നമ്മൾ ഭ്രമിക്കുമ്പോൾ ആ ഭ്രമം മാറ്റാൻ എന്തെങ്കിലും ചെയ്താലല്ലേ ഭ്രമം മാറുള്ളൂ. അയ്യോ പാമ്പെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ വീണ് തലയിറങ്ങി വീണ് മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് പേടിച്ചിട്ട്. അപ്പോഴും നമ്മൾ ഇത് ഇരുട്ടാണ്, ഇത് പാമ്പ് തന്നെ ആയിരിക്കുമോ എന്നൊരു ചിന്തയിൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിന്റെ ടോർച്ച് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ വിളക്ക് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇവിടെ പാമ്പൊന്നുമില്ല, കയറ് തന്നെയാണ് നമ്മൾ വിചാരിക്കില്ലേ. അതുപോലെ രജ്ജുവിൽ കയറിൽ പാമ്പില്ല, ഇത് കയറ് മാത്രമാണെന്ന് ആരാണോ വിചാരിക്കുന്നത് അതാണ് വിദ്യാശക്തി. ആ ശക്തിയാണ് വിദ്യാശക്തി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നാമരൂപങ്ങൾക്ക് അതീതമായി ഒരു ഈശ്വര ശക്തി ഉണ്ട് എന്ന് നമ്മളെ അറിയിപ്പിക്കുന്ന ശക്തിയാണ് വിദ്യാശക്തി എന്ന് പറയുന്നത്. അടുത്തത് അവിദ്യാശക്തി. അത് രണ്ടും മാത്രം നമുക്കിപ്പോൾ തൽക്കാലം ഇതിന്റെ സബ്ജക്റ്റിൽ വരുന്നത് കൊണ്ട് അത് മാത്രം നമുക്കൊന്ന് വിചാരം ചെയ്തു പോകാം. അടുത്തത് 4-ാമത്തെ ശ്ലോകത്തിൽ അവിദ്യാശക്തിയെ ഗുരു ദർശനമാലയിലെ മായാദർശനത്തിൽ പറയുന്നുണ്ട്. അവിടെ വെറുതെ ശ്ലോകം നമ്പർ എഴുതി വെച്ചോ, 4-ാമത്തെ. നേരെ തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. അത് ആത്മാ ന സത്. കണ്ടോ, നേരെ തിരിച്ചു പറയുക. ആദ്യം പറഞ്ഞു ആത്മാവ് മാത്രമാണ് സത്യമുള്ളത്, ബാക്കി ഒന്നും സത്യമില്ലെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ശക്തിക്ക് വിദ്യാശക്തി എന്ന് പറയും. ഈ അവിദ്യാശക്തി നമ്മളിരിക്കുന്ന അതിലാണ്. അവിദ്യാശക്തി പറയാണ് ആത്മാ ന സത്. ആത്മാവെന്നും നോക്കിയില്ല, നമ്മള് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ ആത്മാവെന്നൊന്നും ഇല്ല അല്ലെ. ആത്മാ ന സത്ത്. പിന്നെയോ, ഞാൻ അതാ കണ്ണുകൊണ്ട് കാണുന്നതേ സത്യമുള്ളൂ. ഞാൻ കഴിക്കുന്നത് ആ രുചിയാണ് സത്യം. ഞാൻ കേൾക്കുന്ന ശബ്ദമാണ് സത്യം അല്ലെ. അനാത്മാ സത്യതി. ആത്മാവല്ലാത്തതെല്ലാം സത്യമാണെന്ന്. ആത്മാവ് സത്യമല്ല, ആത്മാവെന്നൊന്നും ഉണ്ട് എന്നറിയില്ല. പക്ഷെ ഞാൻ ഈ കാണുന്ന ജഡവസ്തുക്കളെല്ലാം എന്നെ രസിപ്പിക്കുന്നുണ്ട്, സുഖിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാത്മാ സത്ത്. ഈ കാണുന്ന ജഡപ്രപഞ്ചമാണ് സത്യമെന്ന് യയാ വിദ്യോദതേ, യാതൊരുവളാലാണോ ബോധിപ്പിക്കുന്നത്, മനസ്സിലാക്കിപ്പിക്കുന്നത്. ആ ശക്തിയെ പറയുന്ന പേരെന്തായിരിക്കും? അവിദ്യ അല്ലെ. അവിദ്യ. ആ ശക്തിയാണ് അവിദ്യ. എന്നിട്ട് ഗുരു അവിടെയും രജ്ജു സർപ്പ തത്വ പറയാ. രജ്ജു സർപ്പയോരയഥാർത്ഥ ദിക്. രജ്ജുവിൽ കണ്ട സർപ്പം തിരയാതെ
ആ സർപ്പം തന്നെയാണെന്ന് അവൻ ധരിക്കുന്നു. രണ്ടും ഉദാഹരണത്തിലും ഒരെണ്ണത്തിൽ സത്യം തിരഞ്ഞവന് പേടിയില്ല, ഒരെണ്ണത്തിൽ സത്യം തിരയാതെ ഇത് പാമ്പ് തന്നെയാണെന്ന് കരുതി അവൻ പേടിക്കുകയോ വടിയെടുക്കാൻ പോവുകയോ ആളുകളെ വിളിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ ഇനി പാമ്പ് തന്നെ കഴിച്ചോ എന്ന് കരുതി ഡോക്ടറെ അടുത്ത് പോവുകയോ ഒക്കെ ചെയ്യും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? സത്യം അറിയാത്തതുകൊണ്ടാണ്. സത്യം അറിഞ്ഞാൽ ഭയമില്ല നമുക്ക്. അതാണ് 1ഉം 2ഉം ശ്ലോകങ്ങൾ വിദ്യാശക്തിയുടെയും അവിദ്യാശക്തിയുടെയും പ്രത്യേകത എന്താണ്, ആ ശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഗുരു 3ഉം 4 ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ അതാണ് വിചാരം ചെയ്യുന്നത്. അതായത് വാസ്തവത്തില് ഉണ്മയില്ലാത്തതിനെ, യഥാർത്ഥത്തിൽ ഉണ്മയില്ലാത്തതിനെ സത്യമെന്നറിയുന്നതാണ് അജ്ഞാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉണ്മ ഒരു സത്യവും ഇല്ലാത്ത വസ്തുവിനെ അത് സത്യമാണെന്ന് കരുതി നമ്മൾ വിശ്വസിച്ചു പോരുന്നതിനെയാണ് എന്ത് പറയുക? അജ്ഞാനം എന്ന് പറയുക. ഈ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ ഈ ലൗകിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള നമ്മളുടെ ബന്ധുമിത്രാദികളും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കള്, നമ്മൾ അലങ്കരിക്കുന്ന പദവികള്, ഇതെല്ലാം ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കില്ല ഇതൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നു, ഇത് മറഞ്ഞു പോകുന്നതാണെന്നും ഇതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ചൈതന്യം ഉണ്ടെന്നൊന്നും നമ്മൾ പഠിക്കും. പക്ഷെ നമ്മൾ അതിനെ ചിന്തിച്ചുറപ്പിക്കില്ല. കേട്ട് നമ്മൾ അതിനെ, ആ സത്യത്തെ ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഉപനിഷത്ത് ഈ സത്യം തന്നെ വാക്കുകൾ മാറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതായത് വസ്തുസത്ത ഇല്ലാത്തതിനെ അതിനെ സത്യമെന്ന് അറിയുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറയുക. സത്യത്തിൽ ഇല്ലാത്തതിനെ സത്യമെന്ന് കരുതി വിശ്വസിക്കുന്നതാണ് അജ്ഞാനം. അതായത് അതെ, അജ്ഞാനം തന്നെയാണ് അവിദ്യ. അതാണ് അവിദ്യ. സത്യത്തിൽ നിന്നും പുറംതിരിഞ്ഞുള്ള യാത്രയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അപ്പൊ നമ്മളൊക്കെ പിടിച്ചു വെച്ചേക്കുന്നത് ഇപ്പോ ചേട്ടനെയും ചേച്ചീനെയും മക്കളെയൊക്കെ ഈശ്വരന്റെ പ്രകൃതിയിൽ വന്നവർ ഈശ്വരൻ പ്രകൃതിയിൽ കൊണ്ടുപോകുന്നതാണ് എല്ലാവരും. അത് നമുക്ക് ദുഃഖം വന്നെന്ന് വെച്ചാൽ അത് എന്നോട് ചേർത്തപ്പെടാ ദുഃഖം വന്നെ. അവരെ നടത്തിയ പോലെ ഈശ്വരൻ എന്നെയും നടത്തുന്നു, എന്നെ നടത്തിയ ദൈവം അവരെയും നടത്തുമെന്ന് വിചാരിച്ച ദുഃഖം വരുന്നില്ലേ? അതിന് നമ്മൾ ഉപനിഷത്ത് പഠിക്കണം. ദുഃഖം മാറാനാണ്. ദുഃഖം മീൻസ് ഈ പ്രാപഞ്ചത്തിൽ വരുന്ന ദുഃഖത്തെ നമുക്ക് തരണം ചെയ്യാനും, അതിനപ്പുറം ഞാനല്ല ഇത്, ഈശ്വരന്റെ അടിത്തറയിലാണ് ഞാനിങ്ങനെ, എന്തെനിക്ക് വന്നിട്ടുണ്ടോ അത് ഈശ്വര ശക്തിയിലാണെന്ന് വിശ്വസിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു അവിടെ. പിന്നെ നമുക്ക് കരച്ചിലുമില്ല, ചിരിയില്ല, ഒരുപോലെ പോകാൻ സാധിക്കും. ഇനി അപ്പോൾ അവിദ്യാശക്തി നമ്മൾ പറഞ്ഞു, സത്യത്തിൽ ഉണ്മയില്ലാത്തതിനെ അത് ഉള്ളതാണെന്ന് കരുതി ഭ്രമിപ്പിക്കുന്നതാണ് അജ്ഞാനം അഥവാ അവിദ്യ. അത് സത്യത്തിനെതിരെ പുറംതിരിഞ്ഞുള്ള കാഴ്ചയാണ്. ഇനി വിദ്യാശക്തി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുന്ന ഒരു ബോധം നമ്മളിലുണ്ടോ, അതിനെയാണ് വിദ്യാശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഭീകരനെ കാണുമ്പോഴും അവന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ വാസനയ്ക്ക് അപ്പുറം അവനിൽ തുടിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അല്ലെ? അവന് തുടിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അപ്പോ അങ്ങനെ സർവ്വതിനെയും ഒന്നിന്റെ ആവിഷ്കാരങ്ങളാണെന്ന് കാണുന്ന ശക്തിക്കാണ് വിദ്യാശക്തി. ലോകത്തിലെ മനുഷ്യരൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ, അല്ലെ, ഈ ഉപനിഷത്ത് വിദ്യയൊക്കെ ഒന്ന് പഠിച്ച് ഈ ഒന്ന് ബോധമുണ്ട്, വെളിവുണ്ടായിരുന്നെങ്കിൽ എത്ര സമാധാനവും ശാന്തമായിട്ട് ഈ ലോകത്ത് നമുക്കൊക്കെ ജീവിക്കായിരുന്നു എന്ന് ഓർത്തു പോകും. അപ്പോ ഒന്നാമത്തെ വരിയിൽ ഒന്നാമത്തെ ഭാഗം പറയുന്നത് അന്ധം തമഹ പ്രവിശന്തി യേ അവിദ്യാം ഉപാസതേ. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിൽ കൂരിരുട്ടിൽ പതിക്കുന്നു. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന നശ്വരമായ ഭൗതിക വസ്തുക്കളിൽ ആദ്യം നമുക്ക് അഹന്തയുണ്ട്, മമതയുണ്ട്. ഞാൻ എന്നുള്ള ബോധവും ഇതെന്റേതാണെന്നുള്ള ശക്തമായ ഒരു ബോധവും വെച്ചുകൊണ്ടുള്ള ജീവിതത്തിനെയാണ് അവിദ്യയെ ഉപാസിക്കൽ എന്ന് പറയുക. വേറെ എവിടെയെങ്കിലും പോയി ഒരു വസ്തുവിനെടുത്ത് ഉപാസിക്കലല്ല.
നാം ഇപ്പോൾ ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും നമ്മളുടെ മുന്നിലുള്ള ഭൗതിക വസ്തുക്കളെയും അതിൻ്റെ ഉടമ ഞാനാണെന്നും അതെൻ്റെ ആണെന്നും ഉള്ള ചിന്തയിലെ ആ ചിന്ത വെച്ചുകൊണ്ടുള്ള ജീവിതത്തിനെയാണ് അവിദ്യയെ ഉപാസിക്കൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും അവിദ്യയെ ഉപാസിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്. ഒരു കടുകിട അങ്ങോട്ടെങ്കിലും നമുക്ക് നമ്മുടെ സുഖത്തിന് കോട്ടം വന്നാൽ നമ്മൾ അസ്വസ്ഥരായി മാറി. കാരണം ആ വസ്തുക്കളാണ് നമ്മൾ സുഖിപ്പിക്കുന്നതെന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണത്. അപ്പോൾ അതായത് കർത്തൃത്വ ഭോക്തൃത്വാദികളുണ്ടല്ലോ, അതോട് കൂടിയ കർമ്മം ഒരുവനെ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ച ജീവിതത്തിലേക്ക് നയിക്കുന്നു, സംസാരത്തിൽ നിന്ന് സംസാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഗുരു എപ്പോഴും പറയുന്നത്, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്താ പറയുക, കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളിൽ ഈ നമ്മുടെ ജീവിതത്തിലൂടെ വന്നുകൂടുന്ന അനുഭവങ്ങള് ഒഴിവാക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമ്മൾ ആദ്യം അറിയണം. എന്തിനാ ഇത് വെച്ചെന്ന് ചോദിക്കാൻ പാടില്ല. ഇത് വെച്ചപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് നിന്നെ അത് തരണം ചെയ്യാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈശ്വരശക്തി. അത് വെച്ചത് നീ കൊണ്ടുപോയ കർമ്മമാണ്. കർമ്മത്തിൽ പ്രാരബ്ധത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനെ വിധി വരച്ചത് മാറ്റി വരാൻ പണി പ്രതിവിധിക്കും അകറ്റരുതായതെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ പ്രാരബ്ധം ഒടുങ്ങാതെ അനുഭവിച്ച് തീർക്കാതെ ജീവിക്കാതെ നമുക്കത് തീരില്ല. അത് ആര് വിചാരിച്ചാലും തീരില്ല. ആ പ്രാരബ്ധത്തെ ഇത് പ്രാരബ്ധമാണെന്ന് സത്യമറിയാതെ ജീവിച്ചത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച കർമ്മങ്ങളാണ്, അതിന്റെ ഫലമാണ് എന്ന് അറിയുമ്പോൾ എന്നിലിരിക്കുന്ന ഈശ്വര ശക്തി അതിനെ തരണം ചെയ്യാൻ സഹായിക്കും. ഞാൻ ആ ശക്തി തന്നെയാണെന്ന് അറിയുമ്പോൾ കർമ്മങ്ങൾ അപ്പാടെ പോയി. പിന്നെ കൂട്ടിവെക്കാനൊരു കർമ്മസഞ്ചയം ഉണ്ടാവില്ല. ഇനി ഒരു പ്രാരബ്ധത്തിലേക്ക് വരികയില്ല. ഇപ്പോൾ വന്നാൽ തന്നെ പ്രാരബ്ധം ഒടുങ്ങി പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മം അവശേഷിക്കുന്നുണ്ടെങ്കിലും ശാന്തവും സമാധാനമായിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാവരുടെയും കേട്ട് മനസ്സിലേക്ക് വേദന നിറച്ച് അവിടെ നിന്നും കേട്ടു ഇവിടെ നിന്നും കേട്ടു അവിടെ നിന്നും പ്രതികരിച്ചു ഇവിടെ നിന്നും പ്രതികരിച്ചു കലുഷിതമാക്കാതെ അപ്പയുള്ള കർമ്മങ്ങൾ വന്നങ്ങോട്ട് വിട്ടുകളഞ്ഞിട്ട് ജീവിക്കുക. അത് മനസ്സിലേറ്റിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ അതാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം സമയം നമ്മളുടെ മനസ്സിനെ എങ്ങനെ ക്ലീൻ ആക്കാം, അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനാണ് നമുക്ക് പറ്റുന്നില്ലെങ്കിലാണ് നാമജപങ്ങൾ. ഒരു പറഞ്ഞല്ലോ, എപ്പോഴും നാമജപങ്ങൾ. കരുണാകര നൽകുള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഈ ചിന്ത അകന്നു പോകുമ്പോഴാണ് വേറെ ചിന്ത നമ്മളെടുത്ത് വെക്കണത്. അപ്പോൾ നാമജപങ്ങൾ വെറുതെ ജപിച്ചോളൂ. വെറുതെ ഇരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് അതിൽ ശ്രദ്ധ വെച്ചാലും നമുക്ക് വേറെ ചിന്ത വരാതെ നോക്കണമെങ്കിൽ ഈശ്വര ചിന്തയെ ഉറപ്പിക്കണം. അതുകൊണ്ട് ഗുരുക്കന്മാരൊക്കെ ഈ ഈശ്വര ചിന്ത വേണം, നാമജപങ്ങൾ വേണം എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം മലിനവാസനകൾ നമ്മളെ കലുഷിതമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രാർത്ഥന ചെല്ലണവർക്ക് ഒരു ജോലി ഇല്ലാന്നിട്ടാണ് കരുതരുത് കേട്ടോ. അവർക്ക് അങ്ങനെ ഒരു വാസന വരുന്നുണ്ടെങ്കിൽ അത് ആ ദൈവിക ശക്തിയെ തെളിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കർത്തൃത്വ ഭോക്തൃത്വാദികളോട് കൂടിയ കർമ്മം ഒരുവനെ സംസാരത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ വളർത്തി, അതിൻ്റെ ഫലം എനിക്ക് കിട്ടണം. ഞാൻ ഇത്രയും പഠിച്ച് ജോലി വാങ്ങി, ഞാൻ സമ്പാദിച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട്, അത് എനിക്ക് അനുഭവിക്കണം അല്ലേ? ഇങ്ങനെ നമ്മൾ ഓരോന്നും എൻ്റേതൊന്ന് കൂട്ടി വെക്കുമ്പോൾ പ്രബലമായ വാസനയായിട്ട് അത് മാറുവാണ് പലതും. അതാണ് ജന്മാന്തരങ്ങൾക്ക് വിത്തായി മാറുന്നത്. അതുകൊണ്ടാണ് കർത്തൃത്വ ഭോക്തൃത്വാദികളോട് കൂടി നമ്മൾ ഒരു കർമ്മവും ചെയ്യരുതെന്ന് പറയണത്. അപ്പോൾ അതിൽ നിന്നും മോചനം നേടാൻ നമുക്ക് ഋഷിമാർ പറഞ്ഞിരുന്നൊരു വാക്കാണ്, ഭഗവത്ഗീതയൊക്കെ പറയും, കർമ്മയോഗം. കർമ്മം യോഗമായി ചെയ്യുക, ജ്ഞാനയോഗം. ജ്ഞാനം ആ യോഗം അതിനോട് ചേരാനാണ്. കർമ്മം ചെയ്യുന്നതും ആ ഈശ്വരനോട് ചേരാനാണ്. യോഗമായി ചെയ്യൂ. നമ്മൾ പറയാറില്ലേ കർമ്മയോഗിയാണെന്ന് പറയാറില്ലേ? കർമ്മയോഗിയാണെന്ന് പറഞ്ഞാൽ എന്താ? ഈ തനിക്ക് കരഗതമായിരിക്കുന്ന ജന്മത്തിൽ തനിക്ക് വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് യോഗം എന്ന് പറയുക.
അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ അത് വിചാരം ചെയ്ത് പോയതാ ഈശാവാസ്യ ഉപനിഷത്തിൽ. അപ്പോ സംസാര സാഗരം കടക്കാൻ എന്താണ് വഴി എന്ന് പറയാണ്, എല്ലാ കർമ്മങ്ങളും യജ്ഞരൂപത്തിൽ ചെയ്യുക. താൻ ചെയ്യുന്ന കർമ്മം ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ആശയവും കൂടി വെച്ചുകൊണ്ട് എന്തു പ്രവൃത്തിയും ചെയ്യുക. അപ്പോൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണമല്ലോ, ഞാൻ എൻ്റെ ജന്മം എങ്ങനെയാണ്, അങ്ങനെയൊന്നും വിചാരിക്കാതെ ഞാൻ വയ്ക്കുന്ന ആഹാരം കൊണ്ട് ഈ കുടുംബത്തിലെ എല്ലാവർക്കും അതുകൊണ്ട് ആരോഗ്യം പുഷ്ടിപ്പെടട്ടെ, അവർക്ക് ആ ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് പരിപൂർണ സംതൃപ്തിയോടുകൂടി മനസ്സോടുകൂടി നമ്മളത് ആഹാരം ഉണ്ടാക്കുന്നത് യോഗമാണ്, കർമ്മയോഗമാണ്. ഒരിടത്തു പോലും ഒരു ശാപവാക്കുകളോ ഒരു നിന്ദയോ ഒരു ദേഷ്യമോ വരരുത്. കാരണം നമ്മുടെ മുന്നിൽ എന്ത് കർമ്മം വന്നിട്ടുണ്ടോ അത് ഈശ്വരൻ നമുക്ക് വിധിച്ചിരിക്കുന്ന കർമ്മമാണ്. അത് നാം ചെയ്തു പോകേണ്ടത് തന്നെയാണ്. അവിടെ ക്രിയാകലാപങ്ങളില്ലാതെ ആവലാദികളും ആശങ്കകളും ഇല്ലാതെ അത് പരാതി പറയുന്ന ശീലമില്ലാതെ നമുക്ക് അത് നമ്മുടെ മുന്നിലെ കർമ്മങ്ങൾ ചെയ്യുക. ആരും കലുഷിതാവില്ല, എല്ലാവരും സമാധാനമാകും. അപ്പോൾ നമ്മൾ കർമ്മത്തിൽ നിന്ന് മോചനം തേടാൻ കർമ്മത്തെ യോഗമായി ചെയ്യാനുള്ള ഒരു പരിശീലനം നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും സമർപ്പിതമായിട്ട് നമ്മൾ ചെയ്യുക. നമുക്കറിയാം, ഈ ലോകത്തെ തരണം ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം. സംസാര സാഗരം കടക്കാൻ കർമ്മവാസനകൾ പോരാ, ജ്ഞാനം വേണം. ആ ജ്ഞാനത്തിലേക്ക് എത്തിക്കാനുള്ള ഉപായമായിട്ട് വേണം കർമ്മം കാണാൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനിലേക്ക് എത്താനുള്ള ഒരു പടിയാണ് ആ കർമ്മം എന്ന് കരുതിക്കൊണ്ട് ചെയ്യുക. അങ്ങനെ ഒരു ചിന്തയില്ലാത്തവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കർമ്മങ്ങളിൽ നല്ല ചില ആളുകൾ കണ്ടിട്ടുണ്ടോ, നല്ല രാജസ പ്രകൃതികളായിരിക്കും. അവർക്ക് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കും അവർ. പക്ഷേ അവരങ്ങനെ ചെയ്യുമ്പോഴും അത് സമർപ്പിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ എല്ലാ പ്രോഫിറ്റ് കിട്ടണം, ഒന്നിലെ നല്ല പേരെങ്കിലും എനിക്കതിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പോകുമ്പോൾ സങ്കടം വരും, വാസനയാവും. അതുകൊണ്ടാണ് ചില ആളുകൾ കണ്ടിട്ടുണ്ട്, എല്ലാ പ്രവൃത്തികളും ചെയ്യും, എല്ലാത്തിലും മുന്നിൽ നിന്ന് ചെയ്യും, പക്ഷെ ഒന്നും അവരാണ് ചെയ്യുന്നതെന്ന് അറിയ പോലുമില്ല, മിണ്ടു പോലുമില്ല. യോഗികളാണ്, കർമ്മയോഗികളാണ്. അവർക്കൊരു പേരും പറയണ്ട, ആരും പ്രശംസിക്കുകയും വേണ്ട, പുകഴ്ത്തവും വേണ്ട, ഒന്നും വേണ്ട. അല്ലെ, അങ്ങനെയുള്ള ഒരു കർമ്മ പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നർത്ഥം. അല്ലെങ്കിലാണ് നമുക്ക് ദുഃഖത്തിൽ നമ്മൾ പതിച്ചു പോണത്. അതാണ് ഗുരു പറയുന്നത്, അത്തരത്തിൽ ഒരു ബോധമില്ല, കർമ്മം ഈശ്വര സമർപ്പിതമായി ചെയ്യാത്ത ആളുകള്, ആ കർമ്മത്തിൽ അഭിരമിക്കുന്നവര് കർമ്മരൂപമായ സംസാരത്തിൽ നിന്ന് ഒരിക്കലും കരകയറുന്നില്ല. കർമ്മത്തിൽ അഭിരമിച്ച് വീണ്ടും വീണ്ടും കർമ്മത്തിലേക്ക് പോകുന്നവർ കരകയറുന്നില്ല, കർമ്മക്കടലിൽ നിന്ന് കരകയറുന്നില്ല എന്നാണ് തിരുക്കുറളിലെ കടവുൾ വാഴ്ത്ത് എന്ന അധ്യായത്തിലെ ഗുരു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർമ്മത്തിൽ അഭിരമിച്ച് കഴിയുന്നവര് ഈ സംസാര സാഗരത്തിൽ നിന്നും ഒരിക്കലും കരകയറുന്നില്ല, അവർക്ക് അധോഗതി തന്നെയാണ് ഫലം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അവിദ്യയിൽ ഉപരമിക്കുന്നവർ രാജസ പ്രകൃതികളായ ആളുകളുമായി മാറുന്നു. അപ്പോൾ ഒരിക്കലും ആ വിദ്യാശക്തിയിൽ നിന്ന് പതിച്ച് താഴത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. തിരുക്കുറളിലെ കടവുൾ വാഴ്ത്ത് വെറുതെ എഴുതി വെച്ചോ. ധർമ്മസാഗര പാദത്തിൽ, പദമാണോ പാദമാണോ എന്ന് നോക്കി പറയണേ. ധർമ്മസാഗര പാദത്തിൽ ചേർന്നവര, പാദം തന്നെ, ധർമ്മസാഗര പാദത്തിൽ ചേർന്നണഞ്ഞവരെന്നിയെ കർമ്മക്കടലിൽ നിന്നും കരയേറുന്നില്ലൊരുത്തനും. നമ്മളിപ്പോ വ്യാഖ്യാനം ചെയ്യുന്നത് ആദ്യത്തെ ഭാഗമാണ് കേട്ടോ. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിൽ പോകുന്നു എന്നുള്ള ഭാഗമാണ് പറയണത്. അതായത് ധർമ്മത്തിന് ആധാരമായ ഈശ്വരന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച് അതുമായി ഒന്നായി തീരാൻ ആഗ്രഹിക്കുന്നവരല്ലാതെ മറ്റാരും കർമ്മക്കടലിൽ നിന്ന് കരയേറുന്നില്ല. ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഈശ്വരപാദങ്ങളെ ആശ്രയിക്കാത്തവർക്ക്, ആ ഈശ്വരപാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാത്തവരാരും കർമ്മക്കടലിൽ നിന്ന് കരപറ്റുവാൻ സാധ്യമല്ല അവർക്ക് എന്ന്
ഈശ്വര സ്തുതിയിൽ പറയുന്നുണ്ട്, കടവുൾ വാഴ്ത്തിൽ. ഇത്രയേ ഉള്ളൂ. കർമ്മം ചെയ്യുമ്പോൾ ധർമ്മം അതിൽ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ഇവിടെ പങ്കജൻ സാറ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സൊക്കെ ഓഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. സാറിന് വേണ്ടിയിട്ട് ആണ് അത്. ഒരുവന് നല്ലതും മറ്റൊരുവനും കൂടി നല്ലത് വരണം എന്ന് കരുതിയിട്ടാണ് അത് സാറ് ഇട്ട് തരുകയും ചെയ്യും ക്ലാസ് കഴിയുമ്പോൾ തന്നെ, അല്ലേ? ടീച്ചർ പഠിച്ചാൽ അത് 1-2 പേരെ പിടിച്ച് പഠിപ്പിച്ചും കൊടുക്കും, അല്ലേ? ഇനി ആരെങ്കിലും ക്ലാസ് കേൾക്കാത്ത വന്നാൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ ധർമ്മം ചേർക്കുക. അവിടെയാണ് ഈശ്വരനോട് അടുക്കുന്നത് നമ്മൾ. എനിക്ക് മാത്രം കിട്ടിയതെന്നല്ല വിചാരിക്കേണ്ടത്. അത് കിട്ടുന്നവരൊക്കെ ഉപയോഗിക്കട്ടെ. ഇപ്പോൾ ലസിജിയൊക്കെ ഓക്സ്ഫോർഡിൽ ഇരുന്ന് എന്താ പറയുക, അത്ര മനോഹരമായ അവിടെ ചടങ്ങുകളെല്ലാം ഓടി നടന്ന് എല്ലാം എത്ര ഇവിടെ ഇരുന്നൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? എത്ര ഭംഗിയായിട്ടാണ് ചടങ്ങുകളൊക്കെ നടത്തിയത്. എത്രയോ കൃപാലുക്കളുടെ നിരന്തരമായ പ്രവർത്തനമുണ്ട്. അപ്പോൾ IT ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷെ തിരക്കിൻ്റെ ഇടയിലും മാക്സിമം കുട്ടികളെ വിളിച്ചിട്ട് ഈ ജ്ഞാനം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും ഇതിലേക്ക് വരാൻ. ഇതിനെ എനിക്ക് അറിയണം, ഇതെനിക്ക് അറിഞ്ഞത് പകർന്നു കൊടുക്കണം, ഞാനും അതിലൂടെ നന്നായി ജീവിക്കണം. അതായത് കർമ്മത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിൽ അല്പം ധർമ്മം ചേർത്താൽ മതി. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടണം, അവർക്ക് ദോഷം ഉണ്ടാകരുത് എന്ന ഒരു ചിന്ത നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ ഈശ്വരനോട് അടുക്കും എന്നർത്ഥം. അതായത് പലത് കണ്ട് അതിൽ ഭ്രമിച്ച് സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നവൻ കൂരിരുട്ടിലേക്ക് പതിക്കുന്നു എന്നർത്ഥം. അതായത് പലതിൽ ഭ്രമിച്ച് സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നവർ കൂരിരുട്ടിൽ പതിക്കുന്നു. അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പലതിൽ ഭ്രമിച്ചവർക്കാണ് കാമക്രോധാദികൾ കൂടണത്, മതവും മത്സരവും ഒക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ദുഃഖവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരോടാണ് ഗുരു പറഞ്ഞത്, സുഖവും ഒരിക്കലുമില്ല ദുഃഖമല്ലാതെ ഇഹപരലോകവുമില്ല തെല്ലുപോലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സുഖമില്ല എന്ന് പറയുന്നവരെ ഈ അവിദ്യയെ ഉപാസിക്കുന്നവർ തന്നെയാ, അവരോട് തന്നെയാ. വിദ്യയെ ഉപാസിക്കുന്നവർ കാണുന്നതിൽ സകലത്തിലും ഈശ്വര ചൈതന്യം കാണുന്നവർക്ക് ഇവിടെ ദുഃഖം ഉണ്ടാവില്ല. ഞാനും അതിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നവർക്ക് ദുഃഖം ഉണ്ടാവില്ല. അപ്പോൾ ആത്മവിദ്യക്ക് സങ്കോചം ഉണ്ടാകുമ്പോഴാണല്ലോ ഭയങ്കരമായ അവിദ്യ നമ്മളെ, ഈ പ്രപഞ്ചം നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നതൊക്കെ ഇതിൻ്റെ ആശയം തന്നെയാണ്. ഭയങ്കരമിതം ശൂന്യം വേതാള നഗരം എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ? ദർശനമാലയിലെ അധ്യാരോപ ദർശനത്തിലെ 1-ാം അധ്യായത്തിൽ തന്നെ ഗുരു പറഞ്ഞു തന്നു, ആത്മവിദ്യക്ക് മങ്ങലേൽക്കുന്നവർ ഈ ലോകത്തെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരവും ശൂന്യവുമായ വേതാള നഗരം. പിന്നെ പറയാണ്, ആത്മവിദ്യക്ക് സങ്കോചമുണ്ടാകുമ്പോൾ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം തന്നെ നമ്മളെ ഒരു പിശാചിനെ പോലെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു കാലത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നല്ലേ? അതെന്തുകൊണ്ടാണ്? മനുഷ്യ മനസ്സിൽ വെളിച്ചം വീശാത്തത് കൊണ്ട്, ഈ കാണുന്നതിനെയൊക്കെ പുറമേ ഉള്ളതിനെയൊക്കെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്, ഉള്ളിലേക്ക് സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. വിദ്യായാം രഥാഹ തേ തതഹ ഭൂയ ഇവ തമഹ പ്രവിശന്തി. ഇനി ആരാണോ വിദ്യായാം രഥഃ, പരമാത്മ സത്യത്തിൽ രമിക്കുന്നത്, ആ പരമാത്മ സത്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശാത്മകതയിൽ രമിക്കുന്നത്, പോകുന്നു വിദ്യാരഥരങ് അതേക്കാൾ കൂരിരുട്ടിലും എന്നാണ് ഗുരു തർജ്ജമ കൊണ്ട് പറഞ്ഞത്. വിദ്യായാം രഥാഹ, വിദ്യാരഥർ, തേ തതഹ ഭൂയഃ തമഹ പ്രവിശതി, അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും പോകുന്നു. ആദ്യത്തെ അവിദ്യയിൽ രമിച്ചവർ പോകുന്നതിനേക്കാൾ പതിച്ചു പോകുന്നു വിദ്യാരഥന്മാർ. അതായത് ഒന്നറിയണം, വിദ്യ കൊണ്ട് നാം എത്തിച്ചേരേണ്ടത് ഇരുട്ടിലേക്കല്ല, വെളിച്ചത്തിലേക്കാണ്. നമ്മളിന്ന് പഠിക്കുന്ന ഭൗതിക വിദ്യയിൽ ഈ ധർമ്മം കൂട്ടിച്ചേർത്തില്ലെങ്കിൽ, ഈ ആത്മീയത കൂട്ടിച്ചേർക്കാത്തത് കൊണ്ടാണ് ഇന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും
പതിച്ചു പോകുന്നത്, ഇരുട്ടിലേക്ക് നടന്നെടുക്കുന്നത്. ആർക്കൊന്നും വിദ്യാഭ്യാസത്തിനൊന്നും കുറവില്ല, കുറ്റകൃത്യങ്ങൾക്കും കുറവില്ല, മോഷണങ്ങൾക്കും കുറവില്ല, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും കുറവില്ല. അപ്പോൾ എന്തിൻ്റെയോ കുറവോടെ വന്നേക്കുന്നത്? ഈ ധർമ്മം കൂട്ടിച്ചേരുന്നില്ല, ഈ ഈശ്വരശക്തിയെ അറിയാതെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇരുട്ട് വരുന്നത്. ഉപനിഷത്ത് ഋഷിമാരുടെ വാക്കുകളൊക്കെ അത്രയും ശക്തമാണ്. അപ്പോൾ വിദ്യാശക്തി നമ്മളെ എത്തിക്കുന്നത് എന്തിലാ? പരമാത്മാവ് മാത്രമേ സത്യമുള്ളെന്നും ആ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് ഈ കാണുന്ന സകല ചരാചരങ്ങളും എന്നുമാണ് വിദ്യാശക്തി നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ജ്ഞാനവും, ശ്രദ്ധിക്കണം, ജ്ഞാനവും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വിദ്യയും പ്രകാശമയം തന്നെയാണ്. അറിവെന്നതും അറിവിലേക്ക് നയിക്കുന്ന ആ സദ്വിദ്യയും പ്രകാശമയം തന്നെയാണ്. അതായത് വലിയ വെളിച്ചം തന്നെയാണ് വിദ്യാശക്തി. പിന്നെ ഗുരു ഓർമ്മിപ്പിക്കുകയാണ്, അത് രമിപ്പിക്കുവാനുള്ളതല്ല. ഋഷി ഓർമ്മിപ്പിക്കുകയാണ്, അത് രമിക്കുവാനുള്ളതല്ല എന്ന് വിദ്യാശക്തി. വിദ്യയിൽ രമിക്കാൻ പാടില്ല, അത് രമിക്കുവാനുള്ള അല്ല ആ വിദ്യ. പിന്നെ എന്തിനാണ് ആ വിദ്യ? നാം സ്വയം ഇല്ലാതെയായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ഈശ്വരനിൽ നിന്ന് വേറിട്ട് നാം ഇല്ല. നാമും ഈശ്വരനും ഒന്നായി മാറുന്ന ഒരു അനുഭവമാണത്. ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാനായിട്ട് കടലിലേക്ക് പോയ ഉപ്പുപാവ, ചാടിയ ഉപ്പുപാവ അവസാനം ആ ഉപ്പായിട്ട് തന്നെ, ആ ഉപ്പ് തന്നെയാണ് ഇത്, അല്ലേ? താൻ അത് തന്നെയാണെന്ന് അറിഞ്ഞാൽ അതിലേക്ക് ലയിക്കുന്നത് പോലെയാണ് നമ്മളെ വിദ്യയിൽ രമിക്കുന്നവർ എത്തേണ്ടത് ആ പരമാത്മശക്തിയിലേക്കാണ്. അല്ലാതെ അതിൽ നിന്ന് ഉയരി വരുന്ന അമൃതിലേക്ക് ഭ്രമിച്ചുകൊണ്ട് ഈ ലോകത്ത് സിദ്ധിവിശേഷങ്ങൾ കാണിക്കുന്ന ഒരാളായിട്ട് മാറി നടക്കാനല്ല ചെയ്യേണ്ടത്. അത് രമിച്ച് പതിച്ചു പോകരുതെന്ന് അർത്ഥം. അപ്പോൾ അനുഭൂതികമായി ഇത് അറിയേണ്ടതാണ് എന്നർത്ഥം. അവിടെ ഞാൻ എന്ന അഹന്ത ഉണ്ടാവാൻ പാടില്ല. അതായത് കാമക്രോധാദികൾ കുറഞ്ഞവരാണ് വിദ്യയിൽ ലഭിക്കുന്നത്. ഗുരു പറയും, ഇപ്പം നമുക്കറിയാം, സത്യത്തിലേക്ക് അതിലെത്തണമെങ്കിൽ നമ്മുടെ രാഗദ്വേഷവും കാമക്രോധവും ഒക്കെ പതുക്കെ കളഞ്ഞവരാണ് ശരിക്കും വിദ്യാശക്തിയെ അപേക്ഷിച്ച് മുന്നേറുന്ന ആളുകൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് സുഖം ഉണ്ടാവും. കാമക്രോധാദികൾ കളഞ്ഞ് അതിലൂടെ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സുഖം ഉണ്ടാവും. കാരണം അവർ വെളിച്ചത്തോട് അടുക്കുന്നവരാണ്, ഈശ്വരശക്തിയോട് അടുക്കുന്നവരാണ് അവർ. പക്ഷേ ആ വെളിച്ചത്തിൽ ഭ്രമിച്ചാലാണ് ദുഃഖം. അപ്പൊ നിങ്ങൾ ഒന്നും ഓർത്തോളണം, വിദ്യാശക്തിയിലേക്ക് സഞ്ചരിക്കുന്നവരല്ല പതിച്ചു പോണത്, വിദ്യയിൽ രമിക്കുന്നവരാണ് പതിച്ചു പോണെന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കണം, തെറ്റിച്ച് പറഞ്ഞു കൊടുക്കരുത്. അവിദ്യാശക്തിയിൽ പോണവരും പതിച്ചു പോകും, വിദ്യാശക്തിയിൽ പോണവരും പതിച്ചു പോകും എന്നല്ല പറയുന്നത്. വിദ്യാശക്തിയിൽ പോകുന്നവര് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയോട് അടുക്കുമ്പോൾ ആ തെളിഞ്ഞു വരുന്ന പ്രകാശാത്മകതയിൽ ഭ്രമിച്ചിട്ട്, ആ സിദ്ധിജാലങ്ങളിൽ ഭ്രമിച്ചിട്ട് അവര് അതിൽ നിന്നും പതിച്ചു പോകരുതെന്നാണ് പറഞ്ഞത്. രഥരാണ് ഭ്രമിച്ചു അന്ധതമസിലേക്ക് പോണത്, വിദ്യാശക്തിയിൽ പ്രവർത്തിക്കുന്നവരല്ല. മനസ്സിലാകുന്നുണ്ടോ ടീച്ചറെ ഇങ്ങനെ പറഞ്ഞിട്ട്? വിദ്യാനുകൂലമായി സഞ്ചരിക്കുന്ന ആളുകള് ഈ കാമക്രോധാദികളെല്ലാം ഉപേക്ഷിച്ച് മനസ്സിന് വെളിവ് വന്ന് ആ വാസനകൾ കളഞ്ഞ് ഈശ്വരീയമായ ആ ചൈതന്യത്തിലേക്ക് അടുക്കുന്നവരാണ്. അവർ നല്ല സന്തുഷ്ടരാണ്. പക്ഷെ അവര് ആ സത്യത്തോട് അടുക്കുന്ന സമയത്ത് യാത്ര അവസാനിച്ചു എന്ന് കരുതും. എന്നിട്ട് ആ ഒഴുകി വരുന്ന അമൃതുണ്ട് അവരിങ്ങനെ ഇവിടെ നടക്കും. പക്ഷേ അതിനപ്പുറം സഞ്ചരിക്കണം. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരരുതെന്നാണ് പറയുന്നത്. യാത്ര അവസാനിച്ചു എന്ന് പൂർണ്ണ അനുഭവത്തിൽ എത്തുന്നത് വരെ അവർ ഒരിടത്ത് നിന്ന് അകലാൻ പാടില്ല. ആ എവിടെയാണോ അവർ എത്തിയിരുന്നത് അതിൻ്റെ മേലിലേക്ക് സഞ്ചരിക്കണം. അതിന് പകരം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ശിവശതകത്തിലെ തൊഴിലുകൾ 5 ഒഴിഞ്ഞു തോന്നി നിൽക്കുന്നൊരു മന്ത്രമുണ്ടല്ലോ.
അത് മന്ത്രത്തിന്റെ എത്രാമത്തെ മന്ത്രാണെന്ന് ശ്ലോകം നമ്പർ ഓർക്കുന്നില്ല. തൊഴിലുകൾ 5 ഒഴിഞ്ഞു തോന്നി നിൽക്കും മുഴുമതിയായി കടഞ്ഞെടുത്തു മുന്നം ഒഴുകി വരുന്ന അമൃതുണ്ടു മാണ്ടുപോകാതെ ഒഴുവിലൊടുക്ക മുതിക്കും അർക്കബിംബം എന്നാണ് ആ ശ്ലോകം അല്ലേ. അതായത് പഞ്ചകൃത്യങ്ങള് സൃഷ്ടി, സ്ഥിതി, സംഹാരം. 35-ാമത്തെ ശ്ലോകത്തിൽ ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അനുഗ്രഹവും തിരോഭാവവും അല്ലെ. ഇങ്ങനെ ഈ പഞ്ചകർമ്മങ്ങളുടെ തലം കടന്നിട്ട് അറിവിന്റെ ആ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് ആ മുഴുമതിയാഴി കടഞ്ഞെടുത്തപ്പോൾ പരമാത്മ ചൈതന്യത്തോട് അടുത്തപ്പോൾ ഉണ്ടായി വന്ന അമൃത അനുഭവം, നല്ല അനുഭവം, നല്ല എന്താ പറയാ, പരമാനന്ദ സുഖാണ്. നമ്മൾ ഈ ഭൗതിക ഗുരു പറഞ്ഞുള്ള അനുഭവം നമുക്ക് ഗുരുവിന്റെ വാക്കുകളിലൂടെ നമ്മൾ പറയണം. നമ്മളിതൊന്നും അനുഭവിച്ചിട്ടില്ല, വാക്കുകൊണ്ട് പറയണവരല്ലേ. ഗുരു അതാണ് പറഞ്ഞത്, ഒരു 10,000 ആതിഥേയരൊന്നായി വരുന്നത് പോലെ, ഒരു 1,000,000 ദിവാകരൊത്തൊരു ഉയരുന്നത് പോലെ എന്നൊക്കെ ഗുരു പറഞ്ഞത് ഈ അനുഭവമാണ്. ഭഗവാൻ ഇത് അനുഭവിച്ചതാ. അനുഭവിച്ച അനുഭവ രസികതയോടെയാണ് ഈ വാക്കുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ വാക്കുകൾ അതിന് പകരം വാക്കുകളിലൂടെ അത് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഗുരു അതിന് പകരം ഒരു വാക്കോടെ പ്രയോഗിച്ചതേ ഉള്ളൂ. അതിലൊക്കെ അപ്പുറമാണ് അവിടെ നിന്ന് അനുഭവിച്ചിട്ടുള്ള പരമാനന്ദ സുഖം. അപ്പോ ഈ പഞ്ചകൃത്യങ്ങൾ കഴിഞ്ഞ് അറിവിന്റെ പൂർണ്ണതയാകുന്ന ആ പാൽക്കടൽ കടഞ്ഞെടുത്തപ്പോൾ, അറിവിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് ഒഴുകി വരുന്ന ആ അമൃതാനുഭവം അതുണ്ടട്ടെ, സുഖമാണത്, സുഖാനുഭവമാണ്. അതായത് ഏറ്റവും വലിയ സുഖം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മ ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ അമൃതത്തിലെ ആണ്ടുപോകരുതെന്ന്, ആ അമൃതം ഉണ്ടിട്ട്, അത് ആ അമൃതം ഉണ്ട ഋഷീശ്വരനെ എഴുതി വെച്ചിരിക്കുന്നത്. അമൃതം ഉണ്ടിട്ട് അതിൽ ആണ്ടുപോകാതെ ആ ഒഴുവിലൊടുക്കം ഉദിക്കും അർക്കബിംബനെ സാക്ഷാത്കരിച്ച ഗുരുവായി പറയുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗുരു ആരാന്നറിയണേ. പുറമേ കിടന്ന് ഓടി കിടന്നിട്ട് കാര്യമില്ല. ഗുരു ആരാന്നറിയണമെങ്കിൽ ഗുരുവിന്റെ കൃതിയിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. അപ്പോ ആലോചിച്ച് നോക്കിയേ, യുഗാന്തരങ്ങൾക്ക് മുമ്പ് രചിച്ച ഉപനിഷദ് ഋഷിയുടെ അനുഭവത്തെ ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടണമെന്ന് പറഞ്ഞ ഗുരു അത് സംശീകരിച്ച് അതായിട്ട് മാറി ആനന്ദാനുഭവം അനുഭവിച്ചിട്ട് അത് ഒരു ഭൗതിക വിദ്യ പോലും നേടാൻ ഉള്ള സാഹചര്യമില്ലാതിരുന്ന ഒരു ജനതയോട് പങ്കുവയ്ക്കുകയാണ്, പറഞ്ഞു തരിക. അപ്പൊ കൃപാലുത്വം എത്ര അധികമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊന്നും വാക്കുകൾ കൊണ്ടൊന്നും അത് ചിന്തിച്ച് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതിന്റെ അപ്പുറമാണ് ഗുരുവെന്ന ചൈതന്യം. അപ്പോൾ പരമാത്മാനുഭവത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് നമ്മളിൽ അനുഭൂതമാകുന്ന ഒരു പരമാനന്ദമുണ്ട്. ആ ആനന്ദം അനുഭവിച്ച് അവിടെ ഇരുന്നു പോകരുതെന്ന്. എന്നിട്ട് ഗുരു പറയും, ഒഴുവിൽ ഒടുക്കം ഉദിക്കും അർക്കബിംബം. അവസാനം തെളിഞ്ഞു വരുന്ന ആ അർക്കബിംബത്തെ, പരമാത്മ സൂര്യനെ അനുഭവിക്കുന്നത് വരെ ആ യാത്ര തുടരണം അല്ലെ. അതും ഇതുമല്ല സദർത്ഥമല്ലകം സച്ചിതമൃതമെന്ന് തെളിഞ്ഞു ധീരനായി. ആ ധീരനാണ്, ധീരന്റെ വാക്ക് നമ്മൾ പഠിക്കുന്നത്. സത് അസതിഥി പ്രതിപത്തിയേറ്റ് സത് ഓം ഇതി മൃദുവായി അമർന്നിടണം എന്ന് പറഞ്ഞത് ഈ യാത്രയാണ്. ഒന്നിപ്പോ നമുക്ക് മനസ്സിലായി, നമ്മൾ അനുഭവിക്കുന്ന ഭൗതികമായ വസ്തുക്കളുടെ സുഖത്തിനേക്കാൾ എത്ര ഇരട്ടിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉള്ളടക്കി വെച്ചിട്ടുണ്ട് ചൈതന്യത്തില് എന്നാണ്. എന്നിട്ടാണ് നമ്മൾ ഈ മദ്യത്തിന്റെ നേരെയും ലഹരി വസ്തുക്കളുടെ നേരെയും മറ്റ് ആഡംബര വസ്തുക്കളുടെ നേരെയൊക്കെ പോയി ഭ്രമിക്കുന്നത്. ഈ അമൃതത്തിനെ അറിയാതെ ആണ് നടക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് അത് മനസ്സിലായോ ടീച്ചറെ? അല്ലെങ്കിൽ ആ ശിവശതകത്തിലെ ശ്ലോകം മനസ്സിലായിരുന്നോ? അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര അനുഗ്രഹ തിരോഭാവം എന്ന് പറഞ്ഞ് നമ്മൾ ഈ തുരീയ അനുഭവത്തിലേക്ക് എത്തുന്ന ആ പരമമായ അനുഭവത്തെയാണ് പറയണത്.
തിരോഭാവം കഴിഞ്ഞ് മടങ്ങി കഴിഞ്ഞ അവസാനമുള്ള അനുഗ്രഹം. അങ്ങനെ അറിവിന്റെ പൂർണ്ണതയിലേക്ക് ഒരു ഋഷീശ്വരൻ എത്തുമ്പോൾ, ഋഷി അനുഭവം അത് നമ്മളുടെ അനുഭവമല്ല, ആ അറിവിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പരമമായ ആനന്ദം അനുഭവപ്പെടും. അപ്പോൾ വിചാരിക്കും ഈ അനുഭവം ഇതാണെന്ന് കരുതും, ഇതാണ് ആ അനുഭവം എന്ന് കരുതും. പക്ഷെ അതോടൊപ്പം ഒത്തിരി സിദ്ധിവിശേഷങ്ങളും കരഗതമാവും. ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സഞ്ചരിക്കാം, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് സഞ്ചരിക്കാം, നമ്മൾ എന്ത് വിചാരിച്ചോ അവിടെ നമുക്ക് നമ്മുടെ തന്നെ രൂപം എടുത്ത് പോകാൻ സാധിക്കും. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ ആനന്ദാമൃതം തെളിയുമ്പോൾ അതിലൂടെ സാധ്യമാവും. നമ്മളിപ്പോൾ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ പറയാം, ഇതൊക്കെ എന്തിരുന്ന് പറയണേന്നല്ലേ. പക്ഷെ ഇത് അനുഭവിക്കാത്തവർക്ക് ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അനുഭവിച്ചവരുടെ ഋഷിമാരുടെ അനുഭവമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു അനുഭവത്തിൽ ആണ്ടുപോകാതെ അതിനപ്പുറം കടന്ന് അതായി മാറണം. ഇങ്ങനെ ആണ്ടുപോയി നടന്നാൽ അവിദ്യയെ ഉപാസിക്കുന്നവരെക്കാൾ കഷ്ടമായിട്ട് പതിച്ചു പോകും. വാസനകൾ കൂടൂലേ, രാഗം വരും, ദ്വേഷം വരും. കളഞ്ഞാണ് അങ്ങോട്ട് പോയതെല്ലാം. എന്താണോ കളഞ്ഞു പോയത് അത് തിരിച്ചു വരും. പിന്നെ പിന്നെ അതീവ വലിയ പതനമായിരിക്കും ഫലം എന്നാ പറയുക. അപ്പോൾ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് അനുയോജ്യമായി നമ്മൾ സഞ്ചരിക്കുക തന്നെ വേണമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരുർപ്പണമസ്തു.